ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. മുന്നത്തെ വീഡിയോ പറഞ്ഞതുപോലെ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ എവിടെയാണ് സ്ഥലം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. യെസ്, ഇറ്റ്സ് മറൈൻ വേൾഡ്, ഇന്ത്യാസ് ലാർജസ്റ്റ് പബ്ലിക് അക്വേറിയം. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ ഞങ്ങളിവിടെ എത്തിപ്പെട്ടത്. ഗുരുവായൂരിൽ നിന്ന് തിരിച്ചു വരുമ്പം എവിടെയെങ്കിലും ഒന്ന് കയറണമെന്ന് പ്ലാനിലുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയൊരു സ്ഥലം സജസ്റ്റ് ചെയ്ത ഞങ്ങൾ ഡ്രൈവർ ചേട്ടന് ഒരുപാട് നന്ദി. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി ആദ്യം കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഒരു കാറിൻ്റെ ഉള്ളിൽ നിറച്ച് വെള്ളം, അതിൽ നിറച്ച് പല കളറുകളോട് കൂടിയ കുറേ മീനുകൾ. നല്ല വൃത്തിക്ക് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, പഠിച്ച് വരുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ടൈം ഒന്നുകൂടി ഞാൻ ബെറ്റർ ആക്കുന്നതായിരിക്കും. ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ പോയതുകൊണ്ടായിരിക്കണം ഞങ്ങൾക്കിത് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു. അവിടെ കണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അക്വേറിയത്തിൻ്റെ അകത്താവട്ടെ പുറത്താവട്ടെ എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ പെരുമാറ്റം, എല്ലാവരുടെ അടുത്തും വളരെ നല്ല രീതിയിലാണ് അവർ സംസാരിക്കുന്നതും കാര്യങ്ങൾ പറഞ്ഞു തരുന്നതെല്ലാം. ചിലപ്പോൾ ഇതെല്ലാം അവരുടെ ജോലിയുടെ ഭാഗവുമായിരിക്കാം. ഞങ്ങളിതിൻ്റെ ഉള്ളിൽ കാല് വെക്കുന്നത് വരെ എല്ലാവരും ഒരുമിച്ചായിരുന്നു. പിന്നെ ആരെ ഒരുമിച്ച് കിട്ടിയിട്ടില്ല, എല്ലാവരും 4 വഴിക്ക് ഓടുകയായിരുന്നു. എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ കാണാത്ത ഒരുപാട് മീനുകൾ എനിക്കന്ന് അവിടെ നിന്ന് കാണാൻ പറ്റി. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് മീനിനെ കണ്ടിങ്ങനെ പോകുന്നത് മാത്രമല്ല, ഇവർ ഈ ഒരു വലിയൊരു ഏരിയ ഓരോ പോർഷനാക്കി തിരിച്ച് ഓരോ പോർഷനിലും ഓരോ തീമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും നമ്മൾ വേറെ എവിടെയോ എത്തിയൊരു ഫീലാണ് നമുക്ക് കിട്ടുക. ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലേസ് തന്നെയാണിത്. ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആളുകളായാലും ഒരു മടുപ്പും തോന്നാതെ ഈക്വലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പല പല കാഴ്ചകളാണ് അവരവിടെ ക്രിയേറ്റീവായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ, എനിക്ക് തോന്നിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫീൽ ചെയ്തൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് പറയുന്നു എന്ന് മാത്രം. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ ഏകദേശം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നോക്കി. അപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫ് പറയുന്നത് ഇവിടെ നിന്ന് അവിടേക്ക് പോകണമെങ്കിൽ ഈ ഗ്ലാസ് പിടിച്ച് കടക്കണമെന്ന്. ആദ്യമൊന്ന് പേടിച്ചെങ്കിലും ധൈര്യം സംഭരിച്ച് ഞാനങ്ങ് പോയി. ഇതിലെന്താണ് ഇത്ര പേടിക്കാനെന്ന് ചോദിച്ചാൽ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എല്ലാം ആദ്യം ചെയ്യുമ്പോൾ നമ്മളൊന്ന് പേടിക്കുമല്ലോ, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തെത്തി. ഇവിടെയായിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത്. എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഓരോരുത്തരായിട്ട് ഇത് ട്രൈ ചെയ്യാൻ പോയി. പക്ഷെ ട്രൈ ചെയ്യാൻ പോയ ആൾക്കാരൊന്നും പിന്നെ തിരിച്ച് കയറിയിട്ടില്ല. ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും ആ വെള്ളത്തിൽ കിടന്ന് അർമാദിക്കുകയായിരുന്നു. ഞാനും അവരെ പോലെ ട്രൈ ചെയ്യാൻ നോക്കിയായിരുന്നു. പക്ഷേ എല്ലാ മീനും കൂടെ വന്ന് ഒറ്റയടിക്ക് അറ്റാക്ക് ചെയ്തപ്പോൾ കരഞ്ഞ് നിലവിളിച്ച് ഞാൻ ചാടി എഴുന്നേറ്റ് ഓടി. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ ധൈര്യം തന്നോണ്ട് മാത്രമാണ് ഞാനങ്ങനെ കാലോട്ടിയിരിക്കുന്നത്. പക്ഷെ മീനുകളെല്ലാം കൂടെ വന്നപ്പോൾ ആ ധൈര്യമൊക്കെ അങ്ങ് ചോർന്നു പോയി. ഒരിക്കൽ ഈ പേടി ഞാൻ മാറ്റിയെടുത്തതായിരുന്നു, പക്ഷെ വീണ്ടും അത് വന്നിട്ടുണ്ട്. മാറ്റിയെടുക്കണം. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഗുരുവായൂർ പോയി തിരിച്ച് വരുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര ടയേർഡായിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയതും എല്ലാവരും മൂഡും ചേഞ്ചായി, എല്ലാവരും എൻജോയ് ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നി. നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാണുമ്പം നമുക്കൊരു സന്തോഷം തോന്നില്ലേ? അതന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡായി കിട്ടുന്ന കുറച്ച് നല്ല മൊമെൻറ്റ്സാണ്. അതുകൊണ്ടാണ് എല്ലാ കുട്ടി വീഡിയോസും ചേർത്ത് വെച്ച് ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഇവർക്ക് ആർക്കും പെട്ടെന്ന് തിരിച്ചു കയറാനുള്ള പ്ലാനില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അവിടുത്തെ ഷോപ്പിൽ പോയി ഒരു പോപ്കോണും വാങ്ങി കഴിച്ച് ഇവരെ നോക്കി അവിടെ ഇരുന്നു. എൻ്റെ മോനും ബാക്കിയുള്ളവരെ പോലെ തന്നെ തിരിച്ചു കയറാനുള്ള യാതൊരു താല്പര്യവും പ്രകടിപ്പിച്ചില്ല. സത്യത്തിൽ ഗുരുവായൂർ പോയി തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് നല്ല പനിയായിരുന്നു. വരുന്ന വഴിക്കൊരു മെഡിക്കൽ ഷോപ്പ് കയറി ഒരു മരുന്നൊക്കെ വാങ്ങി കഴിച്ചതിന് ശേഷമാണ് ഞാനൊന്ന് ഓക്കെ ആയത്. ഇവിടെ എത്തി ഒരു 10 മിനിറ്റ് കഴിയലും എൻ്റെ പനി എന്നോട് ഗുഡ് ബൈ പറഞ്ഞ് എങ്ങോട്ടോ പോയിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്തായിരിക്കും എന്നറിയാനുള്ളൊരു ആകാംക്ഷയായിരുന്നു മനസ്സിനുള്ളിൽ മുഴുവൻ. മക്കൾ രണ്ടുപേരും ഇത് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നത് വരെ ഇതേ ഓട്ടോ ആയിരുന്നു.
ഇവിടെ ഏകദേശം കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. വീണ്ടും ഇരുട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഇങ്ങോട്ട് നോക്കൂ ഗൈസ്. മക്കളെ, ഞങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം ഏതെന്ന് മനസ്സിലായോ? ഇല്ല, മലേഷ്യ പോലെ തോന്നിക്കും. ഇത് നമ്മൾ തൃശ്ശൂരാണ്. പൊളിക്കും ഞങ്ങൾ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞാനൊരു റീൽ ചെയ്യാം എന്ന് കരുതി എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ വീട്ടിലെത്തിയപ്പം അതിൻ്റെ മൂടങ്ങ് പോയി. ഈ സ്പോട്ടിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് ഫോട്ടോയും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടി കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇതാ കിടക്കുന്നു വീണ്ടും. കല്ലിൻ്റെ ഷേപ്പിലിരിക്കുന്ന ഈ കക്ഷി ഒരു മീനാണ് കേട്ടോ. ഇവിടെ മൊത്തത്തിലൊരു ഹൊറർ സെറ്റപ്പിലായിരുന്നു ഇവരെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. നടന്ന് സൈഡായപ്പം അവിടെ കണ്ടൊരു ബെഞ്ചിൽ അരമണിക്കൂറോളം ഇരുന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ നടന്നത്. ഇവിടേക്ക് വരാൻ പ്ലാൻ ഇടുന്ന ആൾക്കാർ കുറച്ച് നേരത്തെ ഇറങ്ങാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം 2.5 മണിക്കൂറോളം കാഴ്ചകൾ ഇതിനുള്ളിൽ തന്നെ കാണാനുണ്ട്. പിന്നെ ഇതിൻ്റെ പുറത്തും പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. ഫിഷ് കൂടാതെ ഇവിടെ ബേർഡ്സിനായിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ബേർഡ്സിനെ ഫീഡ് ചെയ്യാം, ബേർഡ്സിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാം. അതുപോലെ വലിയൊരു പ്ലേ ഏരിയ, കുട്ടികൾക്ക് കളിക്കാനൊരു പ്ലേ ഏരിയ, അങ്ങനെ ആളുകളെ എൻഗേജ് ചെയ്യിക്കുന്ന പലതരം ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പക്ഷേ ആകെ കയറാൻ പറ്റിയത് ഇതിൻ്റെ ഉള്ളിൽ മാത്രമാണ്. കാരണം ഞങ്ങൾക്ക് തീരെ സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഗുരുവായൂരിൽ തിരിച്ച് വരുന്നതായതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ച് കോഴിക്കോട് എത്തണം. അപ്പം അത്രയും സമയം ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെറും അക്വേറിയത്തിനുള്ളിൽ മാത്രം കണ്ടിട്ടാണ് തിരിച്ചു പോയത്. വീഡിയോ എടുത്തെടുത്തൊരു വഴിയായപ്പോൾ ഞാൻ എൻ്റെ ഫോൺ എൻ്റെ ഏട്ടന് കൈമാറി. വീഡിയോ എടുക്കാൻ പറഞ്ഞത് എൻ്റെതാണെങ്കിലും എൻ്റെ ഏട്ടൻ്റെ ഫോക്കസ് മൊത്തം ഏട്ടത്തിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോൺ പെട്ടെന്ന് തന്നെ തിരിച്ചു വാങ്ങേണ്ടി വന്നു. ഇതിനിടയ്ക്ക് ഒരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മോന് ബ്രസ്റ്റ് ഫീഡ് ചെയ്തത് ഇതിന് കയറുന്നതിന് തൊട്ട് മുന്നേ ആയിരുന്നു. അതിനുശേഷം ഇത്രയും സമയം മോനെ ഒന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. കാരണം ഞങ്ങളതിനുള്ളിൽ കയറി ഇത്രയും ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നോ, അത്രയും ദൂരം ഉണ്ട് കാണാമെന്ന് പോലും ഞങ്ങളതിനുള്ളിൽ കയറിയിട്ടാണ് അറിയുന്നത്. കാറിൽ ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു കുഞ്ഞി പഴമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കണം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഇടയ്ക്കിങ്ങനെ എന്നെ കാണുമ്പോൾ ഓർമ്മ വന്ന് കരയും. ആ സമയത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എടുത്ത് അങ്ങനെ മൂഡ് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരിക. ഞാനിത് മെയിനായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞു മക്കളെയും കൊണ്ട് പോകാൻ പ്ലാൻ ഇടുന്ന ആൾക്കാരുണ്ടെങ്കിൽ മക്കൾക്കുള്ളത് എന്തെങ്കിലും കൈ കരുതുന്നത് ബെറ്റർ ആയിരിക്കും. ഫീഡിങ് റൂമായാലും ബാത്റൂമായാലും എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. പക്ഷേ എല്ലാം ഇതിന് പുറത്താണെന്ന് മാത്രം. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വേഗം പുറത്തേക്ക് ഇറങ്ങി. ഞാൻ ആദ്യം ഓടിപ്പോയി
കുഞ്ഞിന് പാല് കൊടുത്തു. അതിന് ശേഷമുള്ള രംഗങ്ങളാണ് ഇതൊക്കെ. എന്തായാലും ഇത്രയും നേരം ക്ഷമയോടുകൂടി ഈ വീഡിയോ മുഴുവൻ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.